ഹേ മൈ ഗേളീസ്, അപ്പൊ എല്ലാ മാസവും ഞാൻ മുടക്കാതെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ. അപ്പൊ ഇന്നത്തെ ദിവസം ഷേവിങ്ങും വിസ്തരിച്ചുള്ള കുളിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ കുളിച്ചു കഴിഞ്ഞു, ബോഡിയും ഷേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ഷേവ് ചെയ്യണം. അപ്പൊ ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു അലോവേര ജെല്ലാണ്. അത് ഞാൻ ഫേസിലേക്ക് മൊത്തം ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ആദ്യം ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് ചെയ്യാൻ പോയത്. വേണ്ട, റിസ്ക് എടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ നേരെ കണ്ണാടി നോക്കിയിട്ട് തന്നെ ചെയ്യാം. എനിക്ക് ഇപ്പോഴും എനിക്ക് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ പേടിയാണ്. എൻ്റെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, എൻ്റെ ഫേസ് ഇങ്ങനെ റെഡ് കളറായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു 10 to 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കേർഡും കുറച്ച് പിന്നെ ഓറഞ്ച് പീൽ പൗഡർ. ഈ കേർഡിൽ നല്ലോണം വെള്ളമുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കും, പിന്നെ ഒരു തുണിയിൽ. ഓക്കെ, ഇത്ര പാട് വെള്ളം കിട്ടും. അത് മറിച്ചതിന് ശേഷം ഇതുപോലെ നല്ല കട്ടിയുള്ള തൈരിലേക്ക് ഇതുപോലെ ഒരു ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട്. ഇത് ഏത് ബ്രാൻഡ്, ഞാൻ ഇതാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഫേസിലേക്ക് ഒരു 5 to 10 മിനിറ്റ്സ് ഒരു സെമി ഡ്രൈ ആവുന്ന വരെ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്യണം, നമുക്കൊരു മോയ്സ്ചറൈസർ വേണം. മോയ്സ്ചറൈസർ ഫേസിനൊക്കെ അപ്ലൈ ചെയ്താൽ നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ ഈ ഗ്ലോ ഇപ്പം കാണുന്നില്ല, നെക്സ്റ്റ് ഡേ ആകുമ്പോഴും കുറച്ചധികം കാണും. പിന്നെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഫേസ് പോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ബോഡി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും സമയമായി, ഉറങ്ങാനുള്ള സമയമായി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തതാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ് ഉള്ള ഫേസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ലവ് യു ഓൾ, ബൈ.